ഹായ്. ഇന്ന് ഒരു ഹോൾ വീഡിയോ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഹോൾ വീഡിയോ എന്ന് പറയാനുണ്ടോന്ന് എനിക്കറിയത്തില്ല. ഞാൻ വാട്ട് ഐ ഈറ്റിനിടെ അങ്ങനത്തെ കണ്ടന്റ്സ് ആണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കണ്ടന്റ് ഞാൻ തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് വാട്ട് ഐ ഈറ്റിനിടെ ഇടുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യണ വേറൊരു സാധനമാണ് ഈ ഹോൾ വീഡിയോസ്. അതായത് മറ്റുള്ളവർ എന്തൊക്കെ വാങ്ങിയെന്നറിയാനുള്ള ആ സാധനമല്ല. പക്ഷെ രസമാ കണ്ടിരിക്കാൻ വേണ്ടി. നമുക്ക് ഈ ഹോൾ വീഡിയോസ് ഒക്കെ കാണുമ്പോഴാണല്ലോ കുറെ പ്രൊഡക്ട്സ് ഒക്കെ കിട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സാധനമുണ്ട്, അങ്ങനെ സാധനമുണ്ട്, അപ്പൊ അത് വാങ്ങാം, ഇത് വാങ്ങാം. പിന്നെ ഞാൻ നോക്കിയിട്ട് നല്ലതാ. മറ്റൊരാള് വാങ്ങി അത് നല്ലതാണ് എന്ന് അറിഞ്ഞിട്ട് നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് കുറച്ചും കൂടി റിസ്ക് എലമെന്റ് കുറയും. അപ്പം ഇന്ന് ഒരു ഹോൾ വീഡിയോ എന്ന് പറയാനില്ല. ഐ ജസ്റ്റ് ബോട്ട് എ ഫ്യൂ തിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 or 4 തിങ്സ്. ഔട്ട് ഓഫ് വിച്ച് ഒരു 3 നമ്മുടെ റൂമിലേക്ക് ഒരു ഓർഗനൈസർ പോലെ അങ്ങനെ. ആൻഡ് ഒന്നൊരു മായയ്ക്ക് വേണ്ടിയിട്ടൊരു ഒരു ക്ലീനറാണ്. ഞാൻ എന്തായാലും സാധനം കാണിച്ചു തരാം. എൻ്റെ ആ ഒരു ആകാംക്ഷയുടെ പുറത്ത് ഞാൻ ഓൾറെഡി കുറച്ച് അൺബോക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് ചെയ്യണം എന്നാ ഞാൻ നോക്കിയിട്ട് ഈ പാക്കറ്റൊക്കെ പൊട്ടിക്കുന്നത് ഭയങ്കര മെനക്കേടുള്ള പണിയാണ്. അതൊക്കെ ഇനി ഇരുന്ന് കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സമയം പോകേണ്ട കാര്യമില്ലല്ലോ നമുക്ക്. സോ ഫസ്റ്റ് വൺ ഈ ഒരു സാധനമാണ്. ആൻഡ് ഇത് ഞാൻ മീഷോന്നാട്ടോ ഞാൻ 3 സാധനങ്ങൾ വാങ്ങിയേക്കുന്നത്. ഇതും മീഷോന്നാണ്. ഇതിങ്ങനെ ഓർഗനൈസേഴ്സ് ആണ്. ഓക്കെ, ഞാൻ ഈ സാധനം ഇങ്ങനെ കണ്ടപ്പോൾ പോലും അത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടൊന്നുമില്ല. എന്നാലും കണ്ടപ്പോൾ ആവശ്യം വരും, ഉപകാരപ്പെടും. നമുക്ക് അലമാരിക്കകത്താണെങ്കിലും ഇന്നേഴ്സ്, സോക്സ് അങ്ങനത്തെ ഒക്കെ എടുത്ത് വെക്കാലോ എന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. ക്വാളിറ്റി ഉണ്ട്. ഇത് ഇങ്ങനെ നെങ്ങൊക്കെ ചെയ്യും. പ്ലാസ്റ്റിക് ആണ്. ഇതിന്റെ ഒരു പൈസക്ക് എന്തായാലും വേർത്താണ്. ഒരു 200 ബിലോ ആണ്. ഞാൻ ഈ 3 ഞാൻ കാണിച്ചു തരാം. ഞാൻ മീഷോന്ന് വാങ്ങിയ 3 സാധനങ്ങൾക്കും കൂടി ഒരു 550 ആ ഒരു റേഞ്ചിലേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. സോ ആ ഒരു എമൗണ്ട് വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് ഗുഡ്, വെരി ഗുഡ് ആക്ച്വലി. നല്ല വേർത്താണ്, വാല്യൂ ഫോർ മണിയാണ്. പ്ലാസ്റ്റിക് ആണ്. അല്ലാണ്ട് പ്രീമിയം താല്പര്യമുള്ളവർക്ക് അങ്ങനെ നോക്കാം. ഞാൻ തൽക്കാലത്തേക്ക് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും ക്വാളിറ്റി പോലും പ്രതീക്ഷിച്ചില്ല. ഞാൻ മീഷോന്ന് പണ്ട് വാങ്ങുമായിരുന്നു. ഒരു വട്ടം ക്ലോത്ത് വാങ്ങിയ സമയത്ത് ഒന്നല്ല 2-3 വട്ടം എനിക്ക് ക്ലോത്ത് ഭയങ്കര അറ്റ ഫ്ലോപ്പ് ആയിട്ടാണ് കിട്ടിയത്. അപ്പൊ പിന്നെ എനിക്ക് മീഷോ ഇനി എന്ത് വാങ്ങാൻ, വരുന്നത് എങ്ങനെയാവും. പിന്നെ പല ആൾക്കാരുടെയും അങ്ങനെ എക്സ്പീരിയൻസ് കണ്ടിട്ടുണ്ടല്ലോ. സോ നോക്കി പറഞ്ഞതെല്ലാം വെറുതെ ആയിരുന്നു. ഇല്ല, നല്ലതാട്ടോ. കണ്ടോ അടിപൊളിയാണ്. ആൻഡ് ഇതിങ്ങനെ ഉള്ളിൽ കള്ളി വരുന്നുണ്ട്, സെപ്പറേഷൻ വരുന്നുണ്ട്. നമുക്ക് അഴിച്ചു മാറ്റാനൊന്നും പറ്റില്ല, ഫിക്സ്ഡ് ആണ്. അതും ഈ സെപ്പറേഷൻ ഞാൻ ആക്ച്വലി കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് ബോക്സ് തുറന്നപ്പോൾ എനിക്ക് സർപ്രൈസ് ആയിരുന്നു. ആൻഡ് വി ഹാവ് 4. 1, 2, 3 and 4. 2 വൈറ്റ്, ഒരു ഗ്രീന്, ഒരു പീച്ചിഷ് കളർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കളർ കേട്ടോ, നല്ല കളറാണ്. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ്. ആൻഡ് ഇതിങ്ങനെ അടുക്കി വെച്ചാൽ ഇത് ഇത്രയും സ്പേസ് എടുക്കുള്ളൂ. ഏതെങ്കിലും ഒരു കോർണറിൽ ഇങ്ങനെ വെച്ചാൽ മതി. അല്ല, നിങ്ങൾക്ക് എങ്ങനെ വെച്ചാൽ അങ്ങനെ യൂസ് ചെയ്യാം. സോ നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റിലേക്ക് നമുക്ക് പോകാം. ഇതാണ് മായയ്ക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ മായയ്ക്ക് വേണ്ടിയിട്ടല്ല, ഈ വീട്ടിലേക്ക് വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ സാധാരണ പൊതുവെ വീട്ടിലെല്ലാം നമ്മൾ ഫ്ലോർ ക്ലീനർ യൂസ് ചെയ്യുക, ലൈസോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഫ്ലോർ ക്ലീനേഴ്സ് ആണല്ലോ. പക്ഷെ പെറ്റ്സ് ഉള്ളവർക്ക് അറിയാം, അതായത് വീട്ടിന്റെ അകത്ത് ഡോഗ്സിനെയോ കാറ്റ്സിനെയോ എന്താണെങ്കിലും വളർത്തുന്നവർക്ക് അറിയാം, അങ്ങനത്തെ ക്ലീനിങ് സൊല്യൂഷൻസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യരുതെന്ന് വെച്ചാൽ അത് ഈ പെറ്റ്സിന് ഹാംഫുൾ ആയിരിക്കും. സോ നമ്മുടെ മായയ്ക്ക് യൂസ് ചെയ്യുന്ന ഷാംപൂ, കണ്ടീഷണർ, പെർഫ്യൂം എല്ലാം ഈ ബ്രാൻഡിന്റെയാണ്. ലൊസാലോ ഈ ബ്രാൻഡാണ്. നല്ല ബ്രാൻഡാണ്. ഈ ഒരു പെട്ടിയാണ് നമ്മുടെ അടുത്ത സാധനം, അഗെയിൻ ഫ്രം മീഷോ. അപ്പൊ ഞാനിത് പൊട്ടിച്ചിട്ട് വരാം, കാരണം എനിക്കിത് പൊട്ടിക്കാൻ കുറച്ചധികം സമയം എടുക്കും. എനിക്കാണെങ്കിൽ വലിച്ചു കീറുന്ന ഇഷ്ടമല്ല. കുറച്ച് വൃത്തിയും മെനക്കും പൊട്ടിക്കാനാണ് എനിക്ക് താല്പര്യം. സോ ഞാൻ പൊട്ടിച്ചിട്ട് കാണിച്ചുതരാം. സോ ഞാൻ പൊട്ടിച്ച്, ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം. ഞാൻ അടിയിൽ നിന്നാണ് പൊട്ടിച്ചത്. എങ്ങനെയാലും ആട്ടെ. അപ്പം ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം. ഒരു മേക്കപ്പ് ഓർഗനൈസർ ആണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇതെങ്ങനെയാ വരുന്നത്? ഇത് ഓൾറെഡി ഫിക്സ്ഡ് ആണല്ലേ. ഞാൻ ഫിക്സ് ഒക്കെ ചെയ്യണമായിരിക്കും എന്ന് വിചാരിച്ചു. ഓൾറെഡി ഫിക്സ്ഡ് ആണ്, റെഡി ടു യൂസ് ആണ്. 4 കാലൊക്കെ ഇതുണ്ട്. നല്ല ഹെവി, അത്യാവശ്യം. സോറി, കവർ തരപ്പോയി. അത്യാവശ്യം നല്ല ഹെവി എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ബട്ട്
പൊടിയൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. പൊടി നമുക്ക് തുടച്ച് കളഞ്ഞ അത്യാവശ്യം ഹെവിയാണ്. വെയിറ്റ് ഉണ്ട്. 4 കാലുണ്ട് ഗയ്സ്. എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. കാല് ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് വന്നപ്പോഴേ അതിന്റെ ആ ഒരു ലുക്ക് അങ്ങ് മാറി. നല്ല രസമുണ്ട്. ഇത് ഇങ്ങനെ സോറി ഇങ്ങനെ 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 കാലൊക്കെ. ആൻഡ് ഇത് നമുക്കിങ്ങനെ കറക്കാൻ പറ്റും. നമുക്ക് എടുക്കാൻ പാകത്തിന് ദേ ഇങ്ങനെ കറക്കാൻ പറ്റും. ദേ കണ്ടോ? ഇതാണ് നമ്മുടെ ലോണ്ടറി ബാഗ് വരുന്നത്. അഗെയിൻ ഫ്രം മീഷോ. ഇത് പിന്നെ ഇങ്ങനെ വലിച്ചു കീറാവുന്ന ഒരു വേറെ ഓപ്ഷൻ ഇല്ല. എന്തായാലും പ്ലാസ്റ്റിക് കവറല്ലേ, നമ്മളിങ്ങനെ കീറി തന്നെ എടുക്കണം. മറ്റേ പ്രോപ്പറായിട്ട് അൺബോക്സിങ് അല്ലെങ്കിൽ കാർഡ്ബോർഡ് ബോക്സിന് ഡാമേജ് ഒന്നും വരാതെ അങ്ങനെയൊന്നും തുറക്കാനുള്ള ഇതില്ല. ഇതില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കവറല്ലേ, നമുക്ക് ഇങ്ങനെയല്ലേ തുറക്കാൻ ഒക്കത്തുള്ളൂ. സോ ബാറ്ററി ലോ. സോ ഇതാണ് നമ്മുടെ ലോണ്ടറി ബാഗ്. ഓ ആക്ച്വലി ഫിക്സ് ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. ഇത് ഇതിന്റെ അടിയിൽ ഇത് ഇതിന്റെ അടിയിൽ ഇത് നിവർന്നിരിക്കാനുള്ള സാധനം. ആൻഡ് ഇതിങ്ങനെ 4 പാട് നിവർത്തുക. ആൻഡ് ഇതൊരു മൂടി, അലക്കാനുള്ള തുണിയൊക്കെ ഇട്ട് മൂടി വെക്കാൻ, അങ്ങനെ ആ സെറ്റപ്പ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ലോണ്ടറി ബാഗ്. ഇതിങ്ങനെ നമ്മൾ ആ പീസ് ഈ പീസ് ഇങ്ങനെ അഴിക്കാൻ പറ്റും. ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് അത് ഉള്ളിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഇതിങ്ങനെ കറക്റ്റ് ഓപ്പൺ ആയിട്ട് ഇരിക്കും. സോ നമുക്ക് അലക്കാനുള്ള തുണി ഇടാം. അലക്കാനുള്ള തുണി ഞാൻ അതിനെ വാങ്ങിയത്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ആൻഡ് ഇതിങ്ങനെ അടച്ചു വെക്കാം. അതാകുമ്പം ഇൻ കേസ് നമ്മൾ അലക്കാനുള്ള തുണി ഇടുന്നെങ്കിൽ ആ നാറ്റം പുറത്തേക്ക് എത്തണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട്. സോ ഇപ്പം നിങ്ങളാ കണ്ടത് ഒരു ഹോൾ വീഡിയോ ആണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാനത് തുടക്കത്തിലും പറഞ്ഞത്. ബട്ട് യാ, എനിക്ക് വോട്ട് ഐറ്റിനിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതും എനിക്ക് അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കണ്ടന്റാണ്. സോ ആൻഡ് ഐ വോണ്ടഡ് ടു ഡു ദാറ്റ്. എനിക്കത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. ആൻഡ് യാ, ഹോൾ വീഡിയോ എന്ന് പറയാനും വേണ്ടി അതിൽ സാധനങ്ങളൊന്നുമില്ല. ഐ ജസ്റ്റ് ബോട്ട് ഫ്യൂ തിങ്സ്, ലൈക്ക് 3-4 3-4 സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആൻഡ് എനിക്കതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാനുള്ള ഫീച്ചർ ഓപ്പൺ ആയിട്ടില്ല. ലൈക്ക് എനിക്കിപ്പോഴും 24 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ആരും സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട്. സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ആൻഡ് യാ, ചിലപ്പോൾ പോകെ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുമായിരിക്കും എന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത്. സോ ഞാൻ വാങ്ങിയ 4 സാധനങ്ങൾ നിങ്ങളുടെ മുന്നിലിരുന്ന് എനിക്കത് അൺബോക്സ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ കാണിച്ചു തന്നതാണ്. അതല്ലാതെ ഇതൊരു ഹോൾ വീഡിയോ ആയിട്ടൊന്നും കാണണ്ട കേട്ടോ. അതിനു വേണ്ടിയുള്ള അതിനുള്ള ക്വാളിറ്റി വീഡിയോയ്ക്ക് ഇല്ലയെന്ന് എനിക്കറിയാം. സോ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. സോ യാ, പിന്നെ ഇതിൻ്റെ ലിങ്ക് ഞാൻ പറഞ്ഞില്ല, എനിക്കിങ്ങനെ പ്രോഡക്റ്റ് ടാഗ് ചെയ്യാനൊന്നും ആയിട്ടില്ല. എന്തെങ്കിലും ആവുമായിരിക്കും. ഇപ്പം ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കിട്ടിയ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ലിങ്ക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും വേണമെന്ന് തോന്നുവാണെങ്കിൽ വാങ്ങാമല്ലോ. അതിൽ ഇപ്പം ഇതുവരേക്ക് വന്ന മീഷോന്ന് വാങ്ങിയ 3 സാധനങ്ങളും നല്ല ആ ഒരു പ്രൈസ് റേഞ്ചിന് നല്ല സാധനം കേട്ടോ. ഞാനത് 3 കൂടി മീഷോന്ന് വാങ്ങിയത് 500 and സംതിങ്ങിനാണ്. സോ ആ ഒരു റേഞ്ചിന് അത് അടിപൊളി സാധനമാണ്. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പം മാത്രമേ ഉള്ളൂ ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ബൈ, അടുത്ത വീഡിയോ ആയിട്ട് വരാം.